പറയട്ടെ, റീജ്യൂസാണേ. രാത്രി വരുമ്പോൾ കഴിക്കാൻ നമ്മുടെ മിതുക്കുട്ടിക്ക് നല്ല പഴുത്ത ചക്കയിൽ തേങ്ങയും കൂടി വെച്ചിട്ട് കുഴക്കട്ട ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം റെഡി. രാത്രി മിതുക്കുട്ടിക്കൊപ്പം ഞാനും അത് തന്നെ കഴിച്ചതാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ഇതാ നല്ല ഗോതമ്പ് മാവിൽ ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് ഞവടിയെടുത്ത് പഴുത്ത ചക്കയും തേങ്ങയും കൂടി അതിനകത്ത് നിറച്ച് പൊതിഞ്ഞെടുത്തിട്ട് തിളയ്ക്കുന്ന പാലിലോട്ടിട്ട് വേവിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മിതുക്കുട്ടിയുടെ കഥ കേൾക്കുന്നവർക്കറിയാം, രാത്രി വരുമ്പോൾ ആളിന് ചോറും കറിയും ഒട്ടും ഇഷ്ടമല്ല. ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ സന്തോഷത്തോടെ കഴിക്കും. അതും എന്നും ഒരുപോലത്തെ ഉണ്ടാക്കിയ ആളിന് ഒട്ടും ഇഷ്ടമാവത്തില്ല. 2 ദിവസം ചേർത്ത് ഒരു പലഹാരം ഉണ്ടാക്കിയാലും 3ൻ്റെ ഒന്നും അത് വേണ്ട, വേറൊരു മോഡൽ ഉണ്ടാക്കി കൊടുക്കണം. മക്കൾ വയറു നിറച്ച് കഴിക്കുന്ന സന്തോഷവും പാചകം എന്ന കലയോടുള്ള ഇഷ്ടവും കൊണ്ട് കുഞ്ഞിലേ മുതലേ ആഹാരം കൊടുത്ത് വയറ് വീപ്പിച്ചതുകൊണ്ടാണ് മിതുക്കുട്ടിക്ക് ഇപ്പോൾ എപ്പോഴും വിശപ്പെന്നാണ് ആളിൻ്റെ പരാതി. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ പരാതി പറയുന്ന കുഞ്ഞുങ്ങളുണ്ടോ? രാത്രി 7 മണി കഴിഞ്ഞ് പുറത്ത് നല്ല മഴ. നമ്മുടെ മിതുക്കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. ട്രെയിൻ കടയ്ക്കാവൂർ എത്താറാവുമ്പോൾ കൊച്ചു വിളിക്കും, അച്ഛാ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ. ചില സമയം എന്നും വരുന്ന ട്രെയിൻ കിട്ടത്തില്ല. കാരണം എന്നും കിട്ടുന്ന ബസ് ചില സമയം കിട്ടില്ല. എന്നും കിട്ടുന്ന ബസ് കിട്ടണമെങ്കിലോ എന്നും ഇറങ്ങുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങണം. ചില ദിവസങ്ങളിൽ എന്നും ഇറങ്ങുന്ന സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, താമസിക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് ബസ് കിട്ടാൻ താമസിക്കും. അപ്പോൾ എന്നും വരുന്ന ട്രെയിൻ അങ്ങ് മിസ്സാവുകയും ചെയ്യും. രാത്രി അവൾ ഒരുപാട് താമസിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പഠിക്കുന്ന ഈ പ്രായത്തിൽ എൻ്റെ കൊച്ചു ജോലിക്കും കൂടി പോണത് എനിക്ക് നല്ല വിഷമമാണ്. അത് രാവിലെ എണീറ്റ് കുളിച്ച് കിടിവി വിറയ്ക്കുന്ന അവളെ കാണുമ്പോൾ സത്യത്തിൽ പാവം തോന്നും. രാത്രി വന്നാലോ ഒത്തിരി നേരം സംസാരിച്ചിരിക്കാനുള്ള സമയം പോലും കിട്ടില്ല. കഷ്ടപ്പാടുകളെ ഇഷ്ടങ്ങളാക്കുന്ന ഇതുപോലുള്ള ഓരോ ദിവസങ്ങളല്ലേ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.